നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നാളത്തെ പരീക്ഷ നന്നായി എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ. എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോലിയിലെത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ 1 സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എ ആണ്, 1ഉം 2ഉം മാത്രം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? NV ജോസഫ്, സി കേശവൻ, TM വർഗീസ്. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ പുലയർ എന്ന കവിത എഴുതിയിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്ര ബാനർജി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ഓപ്ഷൻ ബി ശ്രീലങ്ക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? 10 ഡിഗ്രി ചാനലാണ്. ആൻസർ 10 ഡിഗ്രി ചാനൽ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്കിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഇതിൻ്റെ ഫൈനൽ ആൻസറിൽ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർ ഇത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. 10 ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ കാണുന്ന നിഫെ എന്നറിയപ്പെടുന്നത് ഏതാണ്? അകക്കാമ്പ് എന്നതാണ് ഉത്തരം. നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫൈനൽ ആൻസറിൽ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 11 ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ബസാൾട്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി രേഖാംശീയ വ്യാപ്തിയും ചോദിക്കും. ഇവിടെ നമ്മളടുത്ത് അക്ഷാംശീയ വ്യാപ്തിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് എന്നുള്ളത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസി വരും. പിന്നെ 30 ഡിഗ്രിയാണ് വ്യാപ്തി എന്നറിയാമല്ലോ, അത് വെച്ചും ഒരു ലോജിക്കൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി ആണ്. അതായത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നുള്ളതും ശരിയാണ്. എല്ലാം ശരി എന്നുള്ള 14ന്റെ ഓപ്ഷൻ ഡി ആണ്. 15 ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ശരി. ലോക വ്യാപാര സംഘടന ഗാട്ടിൻ്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ശരിയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ശരിയാണോ? അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ്? എ ആണ്, 1ഉം 2ഉം 3ഉം. 16 താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന, സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ബി ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. അതും ശരി. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഇത് PYQ ആണ്.
ഓപ്ഷൻ ഡി തെറ്റാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹൽനോബിസ് ആണോ? അല്ല. അന്നേരം ഉത്തരം ഡി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 2022 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ടു എന്നുള്ളത് ശരിയാണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നതും ശരി തന്നെയാണ്. അതായത് 1ഉം 3ഉം ശരിയാണ്. നമ്മളുടെ ആൻസർ 18ൻ്റെത് സി ആണ്.